നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനൊരു 3:30 ആകുമ്പോൾ എണീക്കും. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ പശുവിൻ്റെ അടുത്തേക്ക് വരും. ഇന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇത് ഫുള്ള് കാണാതെ പോകരുതേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു 10 വർഷം കൊണ്ട് ഞാൻ ഈ പശുക്കളെ നോക്കുവാണ്. ഞങ്ങളുടെ വീട്ടിലെ ജീവനോപാധിയാണ്. ഈ പശുക്കളുടെ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. തലേന്ന് രാത്രി തന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കാൻ വയ്ക്കും. രാവിലത്തേന് പാല് കറവയുള്ളതല്ലേ, അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം നിന്ന് കഴിഞ്ഞാൽ റീഡിങ്ങിൻ്റെ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കും. പിന്നീട് പശുക്കളെയും കുട്ടികളെയും എല്ലാം അതിരാവിലെ തന്നെ കുളിപ്പിച്ച് ക്ലീനാക്കും. അതിനുശേഷമാണ് പാല് കറവ. അപ്പോൾ ഹെൽപ്പിനൊന്നും ആരുമില്ല, നമ്മൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ മക്കളൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഉറക്കത്തിലാണ്, ഞാൻ വിളിച്ചിട്ടില്ല. സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ, അപ്പോൾ രാവിലെയൊക്കെ എണീക്കും അവർ. വീട്ടിനോട് അടുത്ത് തന്നെയാണ് ഈ ചെറിയൊരു ഡയറി ഫാം പ്രവർത്തിക്കുന്നത്. പശുക്കളെ വളർത്തുന്നവർക്ക് നല്ല വെള്ളത്തിൻ്റെ ലഭ്യത വേണം, എങ്കിലേ ക്ലീനിങ് ഒക്കെ നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ കുളിപ്പിച്ചൊക്കെ തീരാറായി കഴിഞ്ഞു. ഇനി കറവയിലോട്ട് പോകണം. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. മിൽക്ക് മെഷീൻ വെച്ച് 2 പശുക്കളെ കറക്കാറുണ്ട്. പിന്നെ ഒരെണ്ണത്തിനെ അല്ലാതെ കൈകൊണ്ടും കറക്കാറുണ്ട്. മിൽക്ക് മെഷീൻ ചിലതൊക്കെ വയ്ക്കുമ്പോൾ സമ്മതിക്കാറില്ല, അപ്പോൾ അതിനെ കൈകൊണ്ട് കറക്കും. അപ്പോൾ പാല് കറവയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കറന്നതിന് ശേഷം ഇനി ഇത് നമ്മൾ സൊസൈറ്റിയിലും വീടുകളിലും ഒക്കെ കൊണ്ട് കൊടുക്കണം. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. വിവാഹമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു പശുക്കുട്ടിയെ മേടിച്ച് നിർത്തിയതാണ്. പിന്നെ അത് വളർന്ന് വലുതായി. അങ്ങനെ പിന്നെ പശുക്കളുടെ ഒരു കൂട്ടമായി. പിന്നെ അതിനെ നോക്കലായി. ഒരു പണി അറിയാത്ത ഒരാളായിരുന്നു ഞാനിപ്പോൾ എല്ലാ പണികളും പഠിച്ചു. പശുക്കളെ വളർത്തുന്നവർക്ക് നല്ല ക്ഷമയും വേണം, നല്ല ജോലി ചെയ്യാനുള്ളൊരു മനസ്സും വേണം, എങ്കിലേ നമുക്ക് ഈ ഒരു ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ പാലൊക്കെ എടുത്ത് സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകാൻ കൊടുത്തു വിട്ടു മോൻ്റെ കയ്യിൽ. പിന്നെ ഇനി അടുത്തത് പാല് കറന്ന് തീർന്നാൽ ഉടൻ തന്നെ തീറ്റ കൊടുക്കും. തീറ്റയുടെ കൂടെ തന്നെ കാൽസ്യം കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡ്രൈ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം വെള്ളം കൊടുക്കും. കുളിപ്പിക്കുന്നതിന് തൊട്ട് മുന്നേ എല്ലാവർക്കും വെള്ളം കൊടുക്കും. അതിനുശേഷം തീറ്റ കൊടുത്തതിന് ശേഷവും വെള്ളം കൊടുക്കും. അപ്പോൾ ഒരു 2 മണിക്കൂറത്തെ ജോലിക്ക് ശേഷം നല്ലപോലെ നേരം വെളുത്തിട്ടുണ്ട്. ഇനി കിച്ചണിലോട്ട് കയറണം. കുട്ടികൾക്കുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കണം. പശുവിൻ്റെ ജോലി ഒരു 7 മണിയോട് കൂടി എല്ലാം തീരും. പിന്നെ നമ്മൾ വയലിൽ കൊണ്ടുവന്ന് കെട്ടും. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് അഴിച്ചു കൊണ്ടുവന്ന് വെള്ളം കൊടുത്ത് കറന്നിട്ട് വീണ്ടും പാല് കറന്നു എല്ലാ വീടുകളിലും എത്തിക്കും. അപ്പോൾ നേരം നല്ല വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ടീ കുടിക്കാനുള്ള സമയമായി. അപ്പോൾ അത് കുടിച്ചിട്ട് വരാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.